അപ്പോൾ ഞാൻ ഇന്ന് വന്ന എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് എൻ്റെ ഫ്രണ്ട്സുകൾ വെയിറ്റിങ്ങിലാണെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ടും എനിക്കറിയാം. ആര് പറഞ്ഞു? ഏത് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു? നമസ്കാരം എല്ലാവർക്കും. സജിന എന്ന് പറയുമ്പം രേണുവിന്റെ വലം കൈയാണോ ഇടം കൈയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും രേണുവിന്റെ ഒരു അധപ്പതനത്തിൽപ്പെട്ട ഒരു സാധനമാണ്. കാരണം പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ചങ്ങാതി നന്നായാൽ എന്ത് വേണ്ട കണ്ണാടി വേണ്ട. പക്ഷെ എല്ലാം കണക്കാ, ഒന്നിനൊന്നിനും മെച്ചമാണ്. ആരെ എപ്പോൾ കുതുകാല് വെട്ടിയിട്ട് മുന്നിൽ കയറാന്നുള്ള മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ലൈക്ക് ചെയ്യാൻ പറയുമ്പോൾ, എന്നെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാൻ പറയുമ്പോൾ 1000 എന്നുള്ളത് മാറി ഇപ്പോൾ 2000-ന്റെ അപ്പുറം കടന്നു പോയിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ അന്തം വെട്ടിക്കുന്നു. എന്നെ ഇത്ര ഇഷ്ടമാണ് നിങ്ങൾക്ക്. എന്തായാലും കൊള്ളാം, വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം. ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ വളരെയധികം മോശമായിട്ട് താറടിച്ച് തെറി വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബിഷപ്പാമ്പ് എന്നുള്ള രീതിയിൽ മുലക്കച്ച കെട്ടി, അങ്ങനെയൊക്കെ പല രീതിയിലും മോശമായ രീതിയിൽ ആ ഒരു വ്യക്തിയെ ഈ സമൂഹ മാധ്യമങ്ങളിലിട്ട് വലിച്ചു കീറിയ വ്യക്തികളിൽ ഒരാളാണ് സജിന, അല്ലെ? ഈ സജിന അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഇത് ഉള്ളിന്ന് ഉണ്ടായ ഒരു മാപ്പ്, അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റി എന്ന് തോന്നിയിട്ട് പോയി പറഞ്ഞ മാപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ റീസൺസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അങ്ങനെ താൻ ചെയ്യുന്ന തെറ്റാണെന്ന് തനിക്ക് നേരത്തെ ബോധ്യം വരുന്നത് ചിലപ്പോൾ സ്വാഭാവികമായിരിക്കും. പക്ഷേ ഈ സജിനെ പോലുള്ള സ്ത്രീ ഒരു വ്യക്തിയെ, അതും ബിഷപ്പ് എന്ന് പറയുന്ന അത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സമൂഹത്തിൽ ഏത് രീതിയിലാണ് വലിച്ചു കീറി ഒട്ടിച്ചിട്ടുള്ളത്? ഒരു സ്വന്തം വെറും റീച്ചിന് വേണ്ടിയിട്ട് മാത്രം, ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് മാത്രം ബിഷപ്പ് എന്ന് പറയുന്ന ആ പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തി എത്രത്തോളം വലിച്ചു കീറി ഒട്ടിച്ച് അവഹേളിക്കാൻ പറ്റും, അതിന്റെ മാക്സിമം ലെവലിൽ ഈ സജിന എന്ന് പറയുന്ന സ്ത്രീ ചെയ്തിട്ടുണ്ട്. അതിന്റെ തിരിച്ചടിയും കാര്യങ്ങളും അവർക്ക് കർമ്മഫലം എന്നുള്ള രീതിയിൽ തിരിച്ചു കിട്ടുക തന്നെ ഉണ്ടാവും. കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതും കൂടി കണക്കിലെടുത്തിട്ടായിരിക്കണം മാപ്പ് പറയാനായിട്ട് അങ്ങോട്ട് പോയിട്ടുള്ളത്. അല്ല താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കി പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ആദ്യം മുതലേ അറിയാവുന്ന സജിന പിന്നെ ഒരു മാനസാന്തരം കൊണ്ട് അങ്ങോട്ട് പോകേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ബിഷപ്പ് കേസ് കൊടുത്ത്, മാനനഷ്ടത്തിന് കേസ് കൊടുത്ത്, അതും 25 ലക്ഷം ഡിഫമേഷന് കേസ് കൊടുക്കുമ്പോൾ 25,000 രൂപ എങ്ങാണ്ട് കോടതിയിൽ കെട്ടിവെച്ചിട്ട് വേണം ബിഷപ്പ് കൊടുക്കാൻ കേസ്. അങ്ങനെ കേസ് കൊടുത്ത് ആ കേസിനെ തുടർന്ന് തന്റെ വക്കീലിന് പൈസ കൊടുക്കാൻ പോലും ഇല്ല എന്ന് പറഞ്ഞ സജിനയ്ക്ക് വക്കീലിന് പൈസ കൊടുക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായി കാണാം. മേ ബി അതൊക്കെ ആയിരിക്കണം സജിന ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അവസാനം നിക്കക്കളി ഇല്ലാണ്ട് ബിഷപ്പിന്റെ അടുത്ത് പോയിട്ട് മാപ്പ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ സജിന ചെയ്തിട്ടുള്ള തെറ്റാണെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഒരിക്കലും ഒരു പൊസിഷനിലിരിക്കുന്ന, അതും ഇത്രയും നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയെ അമ്മാതിരി രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ അവഹേളിച്ച് തള്ളിയിട്ടുള്ളത്. എന്നിട്ടിപ്പോൾ ഒരു ഉണക്ക മാപ്പും കൊണ്ട് അങ്ങോട്ട് എഴുന്നള്ളിയിരിക്കുകയാണ്. ഇനി രേണുസുതിക്ക് വരാൻ പോകുന്നത് 2 കോടിയുടെ ഡിഫമേഷനാണ്. അതായത് മിക്കവാറും അടപ്പളവും ആ രീതിയിലുള്ള ഡിഫമേഷനാണ് രേണുസുതിക്ക് വരാൻ പോകുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. രേണുസുതി ബാറിൽ പോയി ഒരു 10 തുള്ളക്കം തുള്ളിയാലും 2 കോടി കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അടുത്ത വണ്ടിക്ക് നേരെ വണ്ടിയൊന്നും പിടിക്കണ്ട, നേരെ ഇപ്പുറത്ത് നടന്നൊന്ന് മാപ്പ് പറയുന്നതായിരിക്കും രേണുവിനും നല്ലത്. അതുപോലെ സജിന മാപ്പ് പറഞ്ഞ് വലിയ പുണ്യാളത്തിൽ ചമഞ്ഞ് നിൽക്കുന്നുണ്ട്. ബിഷപ്പിനെതിരെ ഇട്ടിട്ടുള്ള സകലമാന വീഡിയോസും റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള പണിയും വരും. അത് വേറൊരു സത്യം. വാട്ടെവർ, എന്തായാലും അതവിടെ നിൽക്കട്ടെ. സജിന പറയുന്നതിലോട്ട് പോവാം. ഒരു 3-4 ദിവസം പോട്ട് ഒരാഴ്ച കൂടുതലായി ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വിവാദമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ചാ വിഷയമുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനോ അതിന്റെ കറക്റ്റ് നിലവിലുള്ള പൊസിഷൻ എന്താണെന്നോ അറിയാത്തത് കൊണ്ട് മാത്രമായിരുന്നു ഞാൻ അതിനൊന്നും റിയാക്ട് ചെയ്യാതിരുന്നത്. അല്ലെങ്കിൽ പിന്നെ അങ്ങ് മലത്തി കളഞ്ഞാൽ അന്ന് പോവാൻ എനിക്ക്. പിന്നെ ആധികാരികമായിട്ട് എന്തെങ്കിലും തേങ്ങ അറിയാവോ? ആധികാരികമായിട്ട് പോലത്തെ കളയുമെന്ന്. എന്റെ പൊന്നി ചേച്ചി പോ. ചേച്ചി ഇനിയിപ്പോ നാളെ വന്നിട്ട് എന്നെ കണവണാന്ന് പറയും. എന്റെ പേര് പറയാതെ ഇന്ന് കുറെ ഇട്ട് എന്നെ വറുത്ത്, അതെനിക്ക് മനസ്സിലാവാതിരിക്കും. ഞാൻ പൊട്ടണമെന്നല്ല. എന്നാൽ വേറെ കുറെ പേരെയൊക്കെ പുകഴ്ത്തി പറയുന്നത് കണ്ട് അവരൊക്കെ ഇനി ഇത് കണ്ടിട്ട് സജിന പാവം എന്ന് തോന്നുന്നതായിരിക്കും ചേച്ചി വിചാരിക്കുന്നത്. അത് അവിടെ ഇരിക്കട്ടെ, അത് എന്റെ വിഷയമല്ല. ഞാനൊരു കാര്യം പറയാം. നന്ദികേട് കാണിച്ച രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള മറ്റൊരു നന്ദികേടാണ് നിങ്ങൾ. ഒരു തരത്തിലും നിങ്ങളെന്നും ഒരു കാലത്തും അക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. കാരണം അമ്മാതിരി ഊളത്തനങ്ങളാണ് നിങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത്. നിങ്ങളെപ്പോലുള്ളവരെ
ഒരു രീതിയിലും ഒരിക്കലും സമൂഹത്തിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതിനിപ്പോൾ എത്രയൊക്കെ മാപ്പെന്ന് പറഞ്ഞാൽ എത്രയൊക്കെ കോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ബിഷപ്പ് പൊറുക്കുമായിരിക്കും. അത് അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ്, അല്ലെങ്കിൽ അദ്ദേഹം ഇരിക്കുന്ന ഒരു പദവി, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം പുറത്തുനിന്നിരിക്കും. പക്ഷെ ഒരിക്കലും ജനങ്ങൾ പൊറുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരിക്കലും പൊറുക്കാനും പറയത്തില്ല. ഇതുപോലത്തെ സാധനങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ അടുപ്പിക്കാതിരിക്കുക. സ്വന്തം റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തോന്നിവാസങ്ങളും വിളിച്ചു പറയും. ഇവളുടെ കൂട്ടത്ത് വേറൊരുത്തിയുണ്ട്, ഒരു ശ്രീതു. അവളും ഇതുപോലെ തന്നെയാണ്. എന്ത് തോന്നിവാസങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഈ വീണ് കിടക്കുന്ന ആൾക്കാരെ അടിക്കുന്നത് പോലെയാണ് ഈ തിരിച്ചു പറയാത്ത ആൾക്കാരെ അടിക്കുന്ന ഒരു സെറ്റപ്പ്. ഇപ്പൊ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ലെവൽ വിട്ടിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല, അല്ലെ? ആ വ്യക്തിയെ എത്രത്തോളം താറടിച്ച് കാണിക്കാൻ പറ്റും എന്ന് മാക്സിമം ഇവളുമാരെല്ലാം കൂടി കൂട്ടം ചേർന്ന് ആക്രമിച്ചു. അവസാനം അദ്ദേഹം രംഗത്ത് വന്ന് നിയമപരമായിട്ട് ഇതിനെല്ലാം നേരിട്ട് തുടങ്ങി. എല്ലാത്തിൻ്റെ വീടുകളിൽ ഇൻഡാസുകൾ പോയി തുടങ്ങിയപ്പം എല്ലാം ഒന്ന് മുട്ടിടിക്കാൻ തുടങ്ങി, ഒന്ന് പേടിക്കാൻ തുടങ്ങി. ഇത് കളി ഇവിടെ നിൽക്കത്തില്ലെന്നും ബിഷപ്പ് നല്ലോണം കളി പഠിച്ച ആളാണെന്നും ബിഷപ്പ് ഇനി നല്ലോണം പണി കൊടുക്കുമെന്നും മനസ്സിലാക്കി ഓരോരുത്തരായിട്ടും പതുക്കെ പതുക്കെ വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രേണുവിന് വീട് പോകുമെന്ന് ഉറപ്പ് വന്ന സ്ഥിതിക്ക് രേണുവിനും വെപ്രാളം. എന്റെ മക്കളുടെ കൂടെ ഞാൻ കാണണ്ടേ, ഞാനല്ലേ ഗാർഡിയൻ എന്നൊക്കെയായി. അങ്ങനെ മൊത്തത്തിലാകെ മൊത്തം കോമഡിയാണ് നടക്കുന്നത്. അതുപോലെ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി മാത്രമേ നാട്ടിലുള്ളൂ. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ബാക്കി എല്ലാവരും യൂസിലൊക്കെയാണ്. അവരും കൂടി രംഗത്ത് വരുന്ന ഒരു ഘട്ടമായിട്ട് ഞാൻ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അത് ബിഷപ്പ് വഴി അല്ല ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടുള്ളത്, സത്യമായിട്ടും പറയുന്ന കാര്യമാണ്. വേറെ വഴി ഞാൻ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ ഭാഗത്തുനിന്നും കൂടി ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരും ഇതിലൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങൾക്കെതിരെ നടപടികളായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആകെ മൊത്തം തേഞ്ഞൊട്ടുന്ന ഒരു അവസ്ഥയിലായിരിക്കും രേണുവും കുടുംബവും ഒക്കെ അനുഭവിക്കാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രേണുവൊക്കെ പണി ചോദിച്ച് മേടിക്കുകയാണ്. രേണു വിചാരിക്കുന്ന പോലെ അല്ല ഇവിടെ കളികൾ നിൽക്കുന്നത്, ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്തില്ലെങ്കിൽ രേണു മൊത്തത്തിൽ മൂഞ്ചും. ഉള്ള കാര്യം പറയാം. ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ ഉള്ളിൽ വച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പലതും അറിഞ്ഞിരിക്കുകയാണ്. അത് മിക്കവാറും നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട് രേണുവിനൊക്കെ. ഈ ബിഷപ്പിന്റെ നോട്ടീസും ഒക്കെ എടുത്തു വെച്ചിട്ട് കണാകുണാന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നില്ലേ, നല്ല ഒന്നൊന്നര ചിമിട്ടിന്റെ പണി കിട്ടും. അത് മിക്കവാറും വെള്ളം കുടിക്കും. നോക്കാം. പിന്നെ എന്നെ സ്നേഹിക്കുന്നവര്, എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അല്ലാതെ വേറെയും ഒരുപാട് ആൾക്കാർ ഞാൻ ഓർക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഞാൻ തന്നെ നിന്റെ വായിൽ നിന്ന് വരുന്നുണ്ടെന്ന് എനിക്ക് കേൾക്കണം. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ഉടനീളം നോക്കിയിട്ട് ഒരു തേങ്ങയും പറയുന്നില്ല. ചുമ്മാ വന്നിട്ട് കണ എന്ന് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വായിക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട്. സീരിയസ്ലി പ്രേക്ഷകരെ, ഒരിക്കലും ഇതുപോലത്തെ സാധനങ്ങളെ പോയി സപ്പോർട്ട് ചെയ്യല് നമ്പരുത്. ഇതെല്ലാം കണക്കാ, ഒന്നിനൊന്നിനും മെച്ചമാണ്. ഈ മാപ്പെന്ന് പറയുന്ന സാധനം മനസ്സിൽ തൊട്ടുള്ള പറച്ചിലൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ റീസണും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പേപ്പറുകൾ ചെല്ലേണ്ട പേപ്പറുകളൊക്കെ ഓരോരുത്തരുടെ വീടുകളിൽ എത്തിയപ്പോൾ വക്കീലിനെ പോലും വയ്ക്കാൻ ഉള്ള അവസ്ഥ ഇല്ലാതെ വന്നപ്പോൾ, വക്കീലിന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സിറ്റിങ്ങിൽ 10, 15 ഒക്കെ എടുത്ത് കൊടുക്കണം. ഇതിനൊന്നും പൈസകൾ ഇല്ലാണ്ട് വന്നപ്പോൾ, പൈസ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കാണുന്നതല്ല, ഈ കാണിച്ച തെമ്മാടിത്തനത്തിനെല്ലാം കൂടി ഇനി പൈസയും വാരി ഇറങ്ങി കോടതിയിൽ പോയി ഇരിക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ചപ്പോൾ നൈസായിട്ടിന് മാപ്പ് പറഞ്ഞ് നമുക്കിത് നൂരാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് പോയി കയറിയിട്ടുള്ളത്. അല്ലാണ്ട് അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. അല്ലാണ്ട് മനസ്സിൽ തൊട്ടുള്ള മാപ്പ് ഇവളുമാർ പറയും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ അത്രയ്ക്ക് മനസ്സിൽ തൊട്ട് ഇവളുമാർ ചെയ്ത് തെറ്റാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആദ്യമേ ആ ഉറപ്പ് വേണമായിരുന്നു. ഈ നാറിയ പരിപാടികളും ഈ വൃത്തികെട്ട വർത്തമാനങ്ങളും വിളിച്ച് പറയുന്ന സമയത്ത് സ്വയമേ തോന്നണമായിരുന്നു എന്ത് ചെയ്യുന്നത് തെറ്റാണ്, അതും ഒരു ബിഷപ്പാണ്, അദ്ദേഹത്തിനോട് കാണിക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്, അതുപോലും ബോധവും ഉളുപ്പില്ലാണ്ട് മനസ്സിലാക്കാണ്ട് വന്നിരുന്ന് കോ എന്ന് വിളിച്ച ഇവളുമാരെ എന്നാ ചെയ്യണം? എന്നിട്ട് ഇപ്പോൾ ഒരു കോപ്പില മാപ്പെന്ന് പറയുന്ന സാധനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. പക്ഷെ അവസരം നിങ്ങൾ നോക്കണം. ഗതിയില്ലാണ്ട് വന്നപ്പോൾ ഇനി വേറെ വഴിയില്ല, തേഞ്ഞൊട്ടും. ബിഷപ്പ് പറഞ്ഞ പോലെ തേഞ്ഞൊട്ടിയപ്പോൾ നൈസായിട്ട് മാപ്പും കോപ്പുമായിട്ടൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കുക. അല്ലാണ്ട് ഇവളുമാരുടെ മാപ്പും കണ്ടും കൊണ്ട് മാപ്പ് പറഞ്ഞു അവര്, ഇനി നമ്മൾ എന്തിനാ പറയുന്നത് എന്ന് വിചാരിക്കണ്ട. ഞാനും ഇതോടെ വിടുക. പക്ഷെ ഇനി കോപ്പിലോർത്താനായിട്ട് എവിടെ കൂടി ഇങ്ങനെ കണകൊണാന്ന് വന്നു കഴിഞ്ഞാൽ വീണ്ടും വലിച്ചീറി ഒട്ടിക്കും. എക്സ്പോസിങ് ആയിരിക്കും, ഫുൾ എക്സ്പോസിങ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാം കരുതി കൂട്ടിയിരുന്നു. വായിൽ പിരിവെട്ടിയിരിക്കുവാണോ, അണ്ണാക്കി പിരിവെട്ടിയിരിക്കുവാണോ എന്ന് ചോദിച്ച് എന്നെ വായിൽ കോരിട്ട് കുത്തി ഛർദ്ദിപ്പിക്കാൻ നോക്കിയ കുറെ മഹാന്മാരും ഉണ്ട്. നിന്റെ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്നോ എന്ന് ചോദിച്ചത് ഞാൻ തന്നെയാണ്. എല്ലാം ചെയ്യണ്ട. അണ്ണാക്കി പിരിവെട്ടിയിരുന്നോണ്ടല്ലേ ഞാൻ ചോദിച്ചത്. അയ്യോ സജിനെ, പണ്ട് എന്തായിരുന്നു തിളപ്പ്, ബിഷപ്പാമ്പ്, മലക്കച്ച, എന്തൊക്കെയായിരുന്നു.
ഇപ്പൊ തിളപ്പൊന്നും കാണാനില്ല. മാപ്പും പറഞ്ഞ് മുട്ട് മടക്കിയ പത്തി ഒടിഞ്ഞ ഈ തിളപ്പൊക്കെ എവിടെ പോയി? തിളപ്പുകളൊന്നും കാണാനില്ല. ഞാൻ വലിയ നന്മമരോ ഗാന്ധിജിയോ ഒന്നും അല്ല. ഇവളുമായിട്ട് ഓരോ കോപ്പിലെ മാപ്പ് കേട്ടോടെ പുറത്തിട്ട് സല്യൂട്ട് അടിച്ചിട്ട് എണീറ്റ് കുറി തൊട്ട് പോവാൻ കേട്ടെ. ഇവളുമാർ ഏത് ഇന്റൻഷനിലാണ് മാപ്പ് പറഞ്ഞതെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. നിക്കക്കളിയില്ലാണ്ട് വന്നപ്പോൾ പോയി പറഞ്ഞ മാപ്പാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ നിങ്ങൾ തന്നെ പറയും, എടാ നിനക്ക് വേറെ ജോലിയില്ലടാ, ഒരു മാപ്പ് പറഞ്ഞില്ലടാ. ഒരു കോപ്പുമില്ല. ഇതൊക്കെ ഏതർത്ഥത്തിൽ മാപ്പ് പറയുന്നതെന്ന് ഒന്ന് ഇരുന്നങ്ങ് ചിന്തിക്കുക, കാര്യങ്ങൾ പിടിയിട്ട്. അപ്പൊ നിങ്ങൾ അന്ന് ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഞാൻ തരുന്നതായിരിക്കും. ചിലപ്പോൾ ഇത് മാത്രമായിരിക്കത്തില്ല, ഈ 2-3 വീഡിയോ ഒരുമിച്ച് എനിക്ക് ഇടേണ്ടി വരും. അപ്പൊ പാർട്ടായിട്ട് എപ്പിസോഡ് കണക്കിനിട്ട് റീച്ച് ഉണ്ടാക്കാനുള്ള പരിപാടി നല്ല പരിപാടിയാണ്. ഞാൻ ഉള്ള കാര്യം പറയാം, ഒറ്റ മനുഷ്യ ഇതൊന്നും പോയി കാണില്ലേ. കാണണേ കണ്ടോ, നിങ്ങളുടെ ഇഷ്ടം, ഞാനിയൊന്നും പറയുന്നില്ല. സജിനിക്ക് അതൊഴി 10 വ്യൂ ഇട്ടണമെങ്കിൽ കിട്ടിട്ട് എല്ലാവരും പൈസ വേണ്ടിയൊക്കെ തന്നെയാണ് വീഡിയോ ഇടുന്നത്. പക്ഷെ അതിൽ കുറച്ച് എത്തിക്സ് കാണിക്കും കേട്ടോ. അല്ലാണ്ട് കൂട്ടുകാരികൾ എന്ത് തന്തയില്ലായ്മ ചെയ്തു കഴിഞ്ഞാലും അത് അതേപോലെ ചുക്കാൻ പിടിച്ച് പോയി സപ്പോർട്ട് ചെയ്ത് നാറിയ പരിപാടി കാണിക്കല്ലേ. എടാ കൂടെ നിൽക്കുന്ന കൂട്ടുകാർ തെറ്റ് ചെയ്താൽ അത് തെറ്റെന്ന് കണ്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അളിയ നീ ചെയ്യുന്ന തെറ്റാണ്, അല്ലെങ്കിൽ പെണ്ണെ നീ ചെയ്യുന്ന തെറ്റാണ് എന്ന് തുറന്നു പറയാനുള്ളൊരു മൈൻഡ് സെറ്റ് വേണം. അത് തിരുത്തണം. അല്ലാണ്ട് കൂടെ നിന്നിട്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് വീണ്ടും കുഴിയിലേക്ക് കൊണ്ട് തള്ളിയിടുന്നതല്ല സുഹൃത്ത്. എൻ്റെ ഭാഗത്തു നിന്നൊക്കെ ലൈഫിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. പല എടുത്തുചാട്ടങ്ങൾ ചാടിയിട്ട് പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ളവർ പറയാം, അല്ലെങ്കിൽ നീ നാശത്തിലേക്കാണ് പോകുന്നത്, അതിൽ പോയി പെട്ടെന്ന് നീ മൂഞ്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല രീതിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് കുഴി ചാടിച്ചിട്ടുണ്ട്. ഒപ്പം ഞാനും ചാടി കേട്ടാ. നമുക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളാണ്. ഞാനും എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് കുഴി ചാടിച്ചിട്ടുണ്ട്, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം യുവന്മാർ ഞാൻ ഏതെങ്കിലും അടുത്ത നെക്സ്റ്റ് പ്ലാനിങ്ങായിട്ട് പോയി കുഴി ചാടാനായിട്ട് പോകുമ്പം അളിയ വേണ്ട, അന്നത്തെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞൊക്കെ അങ്ങനെയൊക്കെ നമ്മളെ രക്ഷിക്കാറുണ്ട്. അതുപോലെ ഞാൻ പറയുന്നതിലൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പറയാറുണ്ട്. അതൊക്കെ ആയിരിക്കണം ഒരു സുഹൃത്ത്, ഒരു ക്വാളിറ്റി ഉള്ള ഫ്രണ്ട്. അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് കൊള്ളാം നീ ചെയ്യടാ, നീ ചെയ്യും, ബാക്കി നമുക്ക് പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് മൂപ്പിച്ച് വിട്ടിട്ട് നാശത്തിലേക്ക് തള്ളി വിടുന്നവരല്ല സുഹൃത്ത്. അത് രേണു മനസ്സിലാക്കണം. രേണുവിന്റെ ഇടവും ബലവും നിൽക്കുന്ന സജിനെയും ചെയ്തു വെക്കുക നിന്നെ നാശത്തിലേക്ക് തള്ളിയിട്ട് അവരതുവഴി ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിന്റെ ഇടയ്ക്ക് അവരെന്താ ചെയ്തത്? നൈസായിട്ട് ബിഷപ്പിന്റെ അടുത്ത് പോയി മാപ്പും പറഞ്ഞു. ഇവിടെ ആര് വെട്ട്, ആര് മൂഞ്ചി? നിന്നെയൊക്കെ തള്ളിയിട്ട, രേണുവിനെ തള്ളിയിട്ട സജിനെയൊക്കെ നൈസായിട്ട് മാപ്പും പറഞ്ഞ് അതുവഴി സൈഡിൽ കൂടി ഗ്യാപ്പ് അടിച്ചങ്ങ് പോവുകയാണ്. പക്ഷെ ആര് വെട്ട്? രേണു വെട്ട്. വീട് ഇറങ്ങേണ്ട അവസ്ഥ ആർക്ക് വരും? രേണുവിന് വരും. 2 കോടിയുടെ ഡിഫമേഷൻ ആര് ഫേസ് ചെയ്യേണ്ടി വരും? രേണു ഫേസ് ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടാ. കൂടെ നിൽക്കുന്നത് കണക്ക് എല്ലാം കണക്ക് ഒന്നിനെ മെച്ചം. അപ്പൊ എന്തായാലും ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, ഇന്നലെ ഞങ്ങൾ ബിഷപ്പിന്റെ വീട്ടിൽ പോയിരുന്നു. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും സ്ത്രീധവും കൂടി. ഓക്കെ, അപ്പൊ അവിടെ ചെന്ന് ബിഷപ്പുമായിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം സംസാരിച്ചു. ഞങ്ങൾ അവിടെ പോയ ഒരുപാട് സംസാരിക്കാൻ ഒരുപാടുണ്ടല്ലോ. കാരണം അമ്മാതിരി പ്രവൃത്തിയല്ലേ ചെയ്തു വെച്ചിട്ടുള്ള. ആ വ്യക്തി നിന്നോടൊക്കെ എന്ത് തെറ്റ് ചെയ്തു? ഇനി നീയൊക്കെ എന്ത് മാപ്പ് പറഞ്ഞിട്ട് എന്താണ്? ആ വ്യക്തി എന്ത് തെറ്റ് ചെയ്തത്? ഈ സമൂഹത്തിൽ ആ വ്യക്തി നന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നീയൊക്കെ എല്ലാം കൂടി പിച്ച് വലിച്ചു കീറിയത്. എന്നിട്ട് ഉളുപ്പില്ലാണ്ട് പോയി മാപ്പും പറഞ്ഞിട്ട് വലിയ നന്മമരം പോലെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഓക്കെ, ചെയ്തത് തെറ്റാണ്, അത് അക്സെപ്റ്റ് ചെയ്ത് അത് തെറ്റ് തിരിച്ചറിഞ്ഞ് നീയൊക്കെ പോയി പറഞ്ഞ മാപ്പല്ല. നിന്റെയൊക്കെ പേരിൽ കേസുകളും വന്ന് പേപ്പറുകളും വന്നപ്പോൾ നൈസായിട്ട് ഓടിപ്പോയി ഓരോ നാട്ടെ മാപ്പ് പറഞ്ഞ് തടി ഊരുന്നതാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം എനിക്കുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോയോ അത് കണ്ടന്റ് ആക്കി ഇടണ്ട എന്ന് തന്നെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്, സത്യസന്ധമായിട്ട് പറയുക. പക്ഷെ ഇന്നലെ രാത്രി ആയപ്പോൾ തന്നെ നമ്മൾ അതായത് മാപ്പ് പറഞ്ഞത് ഒരു കണ്ടന്റ് ആക്കി ഇടണ്ട എന്ന് സത്യസന്ധമായിട്ട് വിചാരിച്ചിരുന്നു. അതായത് മാപ്പ് പറഞ്ഞെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിനക്കൊക്കെ തന്നെ നാറും എന്ന് നിനക്കൊക്കെ നല്ലോണം ബോധമുണ്ട്. കാരണം ബിഷപ്പിന്റെ അടുത്ത് മാപ്പ് പറഞ്ഞു, അപ്പൊ തീർന്നു. ഇനി നാട്ടുകാരെന്ത് വിചാരിക്കും? അപ്പൊ ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞതെല്ലാം കള്ളമായത് കൊണ്ടല്ലേ ഞങ്ങൾ ഇപ്പൊ പോയി മാപ്പ് പറഞ്ഞത്? അപ്പൊ നിങ്ങൾ തന്നെ സമ്മതിച്ചു. ഏത്? നിങ്ങൾ ഇത്രയും ദിവസം ആ വ്യക്തിയെ പറ്റിയിട്ട് കള്ളപ്രചാരണമാണ് നടത്തിക്കൊണ്ടിരുന്നതെന്ന്. നമുക്ക് തെറ്റ് പറ്റുമ്പോഴാണല്ലോ നമ്മൾ മാപ്പ് പറയുന്നത്. ഏത്? ഇപ്പൊ പിടികിട്ടിയ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത്, ഇവളുമാരികൾ എല്ലാം ഉടായ്പകളാണ്. ആ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി എത്രത്തോളം അവഹേളിക്കാൻ പറ്റും, വലിച്ചു കീറി സമൂഹത്തിന്റെ മുന്നിൽ ഒട്ടിക്കാൻ പറ്റും, അത്രയും ഒട്ടിച്ച്. എന്നിട്ട് ഇപ്പൊ ഒരു കോപ്പിലെ മാപ്പ്. നാണമുണ്ടോ നിനക്കൊക്കെ? ഇല്ലെന്നറിയാം, വെറുതെ വെച്ച്. ബിഷപ്പിന്റെ വീട്ടിൽ പോയിരുന്നു, ബിഷപ്പിനെ കണ്ട് സോറി പറഞ്ഞു എന്നൊരു വീഡിയോ വിവിയുടെ ചാനലിൽ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം നമുക്ക് കാര്യം മനസ്സിലായി. ഇത് ഇൻഫർമേഷൻ കിട്ടിയിട്ട് അല്ലാതെ വേറെ ആരുമില്ല, നമ്മൾ 3 പേര് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ രേണുവിന്റെ ഫാമിലി അവർക്കും അറിയായിരുന്നു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടാൽ വിചാരിച്ചല്ലേ, പക്ഷെ അവിടെ നടന്ന ഓക്കെ, വിവിയുടെ ചാനൽ വഴി വന്നു, ഞാനും അത് കണ്ടായിരുന്നു. ഞാൻ അപ്പം തന്നെയാണ് അറിഞ്ഞത്. പക്ഷേ
വിവിയുടെ ചാനലിൽ വന്ന് ഈ സംഭവം പോയതിനു ശേഷം ബിഷപ്പ് അല്ലാതെ എന്നാൽ ബിഷപ്പിന്റെ ഫാമിലിയിലുള്ള ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ 2 കോടിയുടെ ഡിഫമേഷൻ അറിയുന്നത്. ഡോളർ കണക്കിലാണ് ഡിഫമേഷന്റെ എമൗണ്ട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആദ്യം ഡോളർ കണക്കിരുന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നിട്ട് കാൽക്കുലേറ്റർ എടുത്ത് ഇപ്പോഴത്തെ ഡോളർ റേറ്റ് ഇട്ട് അടിച്ചു നോക്കിയപ്പം 2 കോടിക്ക് പുറത്താണ് ഡിഫമേഷന് വരാൻ പോകുന്നത്, രേണു ഫേസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ സജിനയ്ക്ക് 25 ലക്ഷത്തിൻ്റെയാണ്. അത് ഇനി ചിലപ്പോൾ സേഫ് ആയേക്കാം, കാരണം മാപ്പൊക്കെ പോയി പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ ആ ഒരു ക്വാളിറ്റി വെച്ചിട്ട് ചിലപ്പം നിന്നെയൊക്കെ വെറുതെ വിടും എന്നെനിക്ക് തോന്നുന്നു, അറിയില്ല. പക്ഷെ എൻ്റെ അഭിപ്രായം വെച്ചിട്ട് വെറുതെ വിടാൻ പാടില്ല. ചിലപ്പം ഭാഗ്യമുണ്ടെങ്കിൽ വെറുതെ വിടാം. പക്ഷെ രേണു 2 കോടിയുടെ ഒരു ഇൻഫർമേഷൻ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വരും. ബാറിൽ പോയിട്ട് ബാർ ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞ് 2 കോടിയൊന്നും കിട്ടൂല. എവിടെയൊക്കെ ഇനി എന്തൊക്കെ ചെയ്താലും കിട്ടാൻ പോകുന്നില്ല. വല്ലാത്ത അവസ്ഥയാണ്. നിങ്ങൾ തൊട്ടിട്ടുള്ളതേ ഒരു മൂർഖനെയാണ്. മൂർഖനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊലകൊമ്പൻ ടീമിനെയാണ് തൊട്ടിട്ടുള്ളത്. അത് വേറെ കാര്യം. അദ്ദേഹം ബിഷപ്പാണെന്ന് വെച്ചിട്ട് അദ്ദേഹം ഒരു ഹട്ടിൽ ഇരിക്കണമെന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കുടുംബക്കാരെല്ലാം യൂസിലൊക്കെയാണ്. അവരൊക്കെയാണ് രംഗത്ത് വന്ന് തുടങ്ങിയിട്ടുള്ളത്. അവർക്കൊക്കെ ഇതൊക്കെ കണ്ട് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവരിനി പ്രതികരണങ്ങളുമായിട്ട് വരാനാണ് ചാൻസ് കൂടുതൽ. എല്ലാം കൂടി ഫേസ് ചെയ്യേണ്ടി വരും. നീയൊക്കെ എല്ലാം ഇത്ര കുക്ക് വരയ്ക്കേണ്ടി വരും. ഇതെല്ലാം നോക്കട്ടെ. എൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കിയാണ്. നോക്കാം, ഞാൻ ബാക്കി ഡീറ്റെയിൽ ഒക്കെ നോക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം ജനങ്ങളെ. ഇതിലും മിക്കവാറും എല്ലാം കൂടി നല്ലവണ്ണം പെട്ടും. രേണുവിൻ്റെ അടുത്തൊക്കെ ആ കുന്തളിപ്പും തിളപ്പൊക്കെ നിർത്താൻ പറ. നിർത്തിയില്ലെങ്കിൽ നല്ല പോലെ പെടും. കാരണം ബിഷപ്പിന്റെ ഫാമിലിയൊക്കെ ഇറങ്ങി ഡോളർ കണക്കിന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് 2, 3, 4 ലക്ഷം ആയിരിക്കും. നോക്കിയപ്പോൾ ഡോളർ കണക്കില്ല. ഞാൻ എടുത്തടിച്ചു നോക്കി, അയച്ചെന്ന എമൗണ്ട് വേറെ ആയിട്ട്. എന്നിട്ട് എടുത്ത് അടിച്ചു നോക്കിയപ്പോൾ 2 കോടിക്ക് പുറത്ത്. എൻ്റെ കിളി പറഞ്ഞു, ദൈവമേ, 2 കോടിക്ക് പുറത്ത് ഡിഫമേഷൻ കൊടുക്കണമെങ്കിൽ ഐ തിങ്ക് 2 ലക്ഷം അല്ലെന്ന് തോന്നുന്നു. 10% കെട്ടി വെക്കണം. ഓക്കെ, അങ്ങനെ കെട്ടി വെക്കണം ലക്ഷങ്ങൾ. അങ്ങനെ വരുമ്പോൾ പെടും, അല്ലെങ്കിൽ മൂഞ്ചും. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വിവിയുടെ ചാനലിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന് രാവിലെ ബിഷപ്പോട് കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ പെർമിഷൻ എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. വല്ല പറയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇന്നലെ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ കൂടി അറിയിക്കണമെന്ന് തോന്നി. അത്ര മാത്രം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡയറക്റ്റ് ഞങ്ങൾ ഫേസ് ടു ഫേസിൽ സംസാരിച്ച കാര്യങ്ങളാണ്. അല്ലാതെ കണ്ട ബ്ലോഗർമാർ ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കുന്ന തമ്പനയിലോ നടന്ന കാര്യം പിന്നെ നടക്കാത്ത കാര്യങ്ങളോ അല്ല. നമ്മൾ ഫേസ് ടു ഫേസ് ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. വളരെ വ്യക്തമായി ഫേസ് ടു ഫേസ് സംസാരിച്ച എല്ലാ കാര്യങ്ങളും പറയാനുള്ള ചങ്കറപ്പ് സജിനയ്ക്ക് ഉണ്ട. കോപ്പുണ്ട്. എന്നെ കൊണ്ട് വാതുറപ്പിക്കരുത്. എന്റെ എല്ലാ ഫ്രണ്ട്സ് മാത്രമല്ല, പെട്ടെന്ന് രേണു എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബിഷപ്പ് എന്ന് കേൾക്കുമ്പോൾ 2 കൂട്ടരുടെ കാര്യം പറയാം. കേൾക്കുമ്പോൾ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടുന്ന ഒരു വീഡിയോ തന്നെയാണ്. വിവി ഇന്നലെ പറഞ്ഞതിനകത്ത് ഒരുപാട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്ത് പറഞ്ഞതിന് ഒരു കാര്യം മാത്രം തെറ്റുണ്ട്. ബിഷപ്പായിട്ട് ഞങ്ങൾ നിനക്ക് നാണല്ലേ വീണ്ടും വന്നിരുന്നത്? വിവി അറിഞ്ഞില്ല ഒരു തെറ്റുണ്ടെന്ന്. എന്ത് തെറ്റ്? നീയൊക്കെയാണ് ഫുള്ള് തെറ്റുകൾ വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. ജീവിതത്തിൽ ഇന്നേ വരെ വാതുറന്ന് സത്യം പറഞ്ഞിട്ടുണ്ടോ നീയൊക്കെ? ഉളുപ്പില്ലാത്ത ജന്മങ്ങള്. എന്നിട്ട് വീണ്ടും വന്നിരുന്നത് വിവി പറഞ്ഞല്ലേ സത്യമില്ലെന്ന്. എനിക്ക് വയ്യ, എനിക്ക് ബാക്കി ഉള്ള വർത്തമാനങ്ങൾ കേൾപ്പിച്ചു കഴിഞ്ഞാലേ ദേഷ്യം വരും. ഒന്നുമില്ല, വേറെ ചുമ്മാ ഈ പറഞ്ഞതിനെ തിരിച്ചു മറിച്ച് അവിടെ ഇരുന്ന് കണകൊണ എന്ന് പറയുന്നത്. എന്നിട്ട് പാർട്ട് 1 പാർട്ട് 2 ഇപ്പം വരും പോലെ ഒരു തേങ്ങയിൽ കേൾക്കാനില്ല. അതാണ് ആലും വലിയ അതിശയം. ചുമ്മാ വന്നിരുന്ന് വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട് കടകുട എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ലോജിക്കുണ്ടോ, എത്തിക്സ് ഉണ്ടോ ഒരു തേങ്ങയിൽ? എന്തിനാണ് മനുഷ്യന്മാർ ഇങ്ങനെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എത്രയോ ഇടിയും മിന്നലും വെറുതെ പോകുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ബിഷപ്പിനെ ചൊറിഞ്ഞ് മാന്തുന്നതിൽ ഈ കളി ഇവിടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബിഷപ്പിന്റെ ഫാമിലി രംഗത്ത് വന്ന് തുടങ്ങുന്നു. ഒരു ചാട്ടിംഗ് ആണ്. എന്നോട് സംസാരിച്ചത് വെച്ചിട്ട് നല്ല ഫ്രസ്ട്രേറ്റഡ് ആണ് ബിഷപ്പിന്റെ ഫാമിലി. കാരണം ആ വ്യക്തിയെ സമൂഹത്തിൽ ഇത്രയും വലിച്ചു കയറുന്ന സമയത്ത് ഒരുപാട് അവർ ക്ഷമിച്ചു. ക്ഷമയുടെ നെല്ലിപ്പലക പൊട്ടുമ്പോൾ ഫാമിലി രംഗത്ത് വരും, കോടികൾ പൊട്ടിക്കും. എന്തൊക്കെ രീതിയിൽ ഡിഫമേഷൻ അതും ഇതും എല്ലാം ചപ്പ് ചവറെല്ലാം വന്ന് തലയിൽ വീഴും. അവസാനം പെട്ട് മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയിരിക്കുന്ന ഒരവസ്ഥ വരും. സജിനെയൊക്കെ മാപ്പ് പറയുമ്പോൾ ജനങ്ങൾ തന്നെ ഒരൊറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. വേറെ ഒന്നുമല്ല, ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇത്രയും ദിവസം അവളുമാർ ചെയ്തിട്ടുള്ള വീഡിയോ എല്ലാം ലിറ്ററലി ഫേക്ക് ആണെന്ന് അവർ തന്നെ അക്സെപ്റ്റ് ചെയ്തും കൊണ്ടുള്ള മാപ്പ് പറച്ചിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്തിനാണ് നമ്മുടെ സൊസൈറ്റിയിൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
ഇത്രയും ദിവസം ഫേക്ക് ഇങ്ങനെ പടച്ചുവിട്ട് ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ഫേക്ക് ന്യൂസ് ഇങ്ങനെ പടച്ചുവിട്ടുകൊണ്ട് അതിൽ നിന്നും ഒരു സബ്സ്ക്രൈബേഴ്സും അതിൽ നിന്നും ഒരു റീച്ചും ഒപ്പിച്ച് കുറെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവർ നടത്തുന്ന ഈ ഒരു വൃത്തികെട്ട ചാനൽ എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ളവർ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇവരെ ഒരു രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇവരൊക്കെ റീച്ചിന് വേണ്ടിയിട്ടും എന്ത് തോന്നിവാസങ്ങളും വിളിച്ച് പറഞ്ഞ് ആരെയും വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് എന്ത് മ്ലേച്ഛകരമായിട്ടുള്ള വീഡിയോകൾ പ്രസന്റ് ചെയ്യാനും ഇവർ തയ്യാറാവും, റീച്ചിനും പൈസയ്ക്കും വേണ്ടിയിട്ട് മാത്രം. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ വീഡിയോ ചെയ്യുന്നത് ഏണിങ്സിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷെ എൻ്റെ എത്തിക്സ് വിട്ടിട്ട് ഞാൻ ഇന്നേ വരെ കളിച്ചിട്ടില്ല. ഞാൻ ഒരാളെ വലിച്ചു കീറുന്നുണ്ടെങ്കിൽ അതിൽ അതിൻ്റെതായ റീസൺ ഉണ്ട്. ആ വ്യക്തി അത്രയും ലിറ്ററലി ഫേക്ക് ആയതുകൊണ്ടായിരിക്കും ഞാൻ വലിച്ചു കീറുന്നത്. അല്ലാത്ത ഒരാൾക്കാരെ ഞാൻ ഇന്നേ വരിച്ച് പോകുമെന്ന് പറഞ്ഞിട്ട് വലിച്ചു കീറിയിട്ടില്ല, അങ്ങനെ കീറത്തുമില്ല. എന്നാൽ ഇതുപോലുള്ള ഫേക്ക് ക്യാരക്ടേഴ്സിനെ ഞാൻ വലിച്ചു കയറും. ഇവരെയൊന്നും നമ്മൾ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. വളർന്നു വരുന്ന സൊസൈറ്റിക്ക് തന്നെ ആപത്താണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇവർ റീച്ചിന് വേണ്ടിയിട്ട് പല തോന്നിവാസങ്ങളും വിളിച്ചു പറയും. എന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഒരു മാപ്പും കോപ്പും പോയി അങ്ങ് പറയും. അപ്പൊ ഇത്രയും ദിവസം ഈ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി ഇവരുടെ വായിൽ നിന്നും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ആ വാക്കുകളും ആ അപമാനങ്ങളും അതിന് ആര് ഉത്തരം പറയും? ഒരു സോറി കൊണ്ട് മൂടിക്കെട്ടാൻ പറ്റുന്നതാണോ? ഞാൻ ചോദിച്ച ഈ ചോദ്യത്തിന് ഉത്തരം തരിക ജനങ്ങളാണ് തരേണ്ടത്. ഈ ഊളകൾ ഇത്രയും ദിവസം ഈ ബിഷപ്പിനെ വലിച്ചു കീറി ഒട്ടിച്ചതും അതുപോലെ വളരെ വൃത്തികെട്ട മോശം വാക്കുകൾ ഉപയോഗിച്ച് ആ വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്തതിനും ആരുത്തരം പറയും? ഇവളുമാരുടെ ഒരു സോറി കൊണ്ട് അതങ്ങ് തീർന്നോ? ഇവളുമാർ എത്രയോ വീഡിയോസ് ഈ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാണോ അവര്? എത്രയോ വീഡിയോസ് ആ വ്യക്തിയെ പറ്റിയിട്ട് മോശമായിട്ട് പറഞ്ഞുണ്ടാക്കി വെച്ചു. ഇതെല്ലാം ആ സോഷ്യൽ മീഡിയയിൽ അതുപോലെ കിടപ്പുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? ഒരു തരത്തിൽ നമ്മൾ ഇവരെയൊന്നും സപ്പോർട്ട് ചെയ്യില്ല. റീച്ചിന് വേണ്ടിയിട്ട് എന്ത് തോന്നിവാസ്യങ്ങളും ആരെയെ പറ്റിയിട്ടും വിളിച്ചു പറയുന്ന കുറെ എവിടെയൊക്കെ ഉള്ള ടീമുകൾ. കൂടുതലൊന്നും പറയാനില്ല. ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാളും മോശത്തിലോട്ട് പോകും. എന്തായാലും നിങ്ങൾ പറ, ജനങ്ങൾ പറ, നിങ്ങൾക്ക് എന്താണ് ഇതൊക്കെ കണ്ടിട്ട് തോന്നുന്നത്? ഇത്തരം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണോ? ഇങ്ങനെയുള്ള ഫേക്ക് പീപ്പിൾസിനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ സൊസൈറ്റിയിലേക്ക് ചേർത്ത് നിർത്തണോ? നിങ്ങൾ പറ. അതുപോലെ തന്നെ ചെയ്യണം. നന്ദികേടിന്റെ പീക്ക് ലെവലാണ്. ഈ കാണിക്കുന്ന നന്ദികേടിനെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറയേണ്ടി വരും. കർമ്മ എല്ലാം വെയിറ്റ് ആൻഡ് വാച്ച്. ഇന്ന് സജിനയും ടീമും പോയിട്ട് ബിഷപ്പിനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രേണുവും പറയുന്നൊരവസ്ഥ ഉണ്ടാവും. ആ വ്യക്തി അത്രയ്ക്കും നല്ലൊരു വ്യക്തിയാണ്. കയ്യിലുണ്ടായിരുന്ന വസ്തു ദാനം ചെയ്തുകൊണ്ട് അവരുടെ വായിലിരിക്കുന്നതും അവരുടെ സുഹൃത്തുക്കളുടെ വായിലിരിക്കുന്നതും കേൾക്കേണ്ടി വന്ന ഒരു നിസ്സഹായനായ ഒരു വ്യക്തിയുടെ അവസ്ഥ. ആ വ്യക്തി അനുഭവിച്ച ആ മനോവേദനയ്ക്ക് കാലം മറുപടി നൽകും ഇവളുമാർ ഓരോരുത്തർക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറെ പേര് എന്നെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്തിനാടാ രേണുവിനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാൽ ഇന്ന് അവര് എനിക്ക് തിരിച്ചൊന്ന് മെസ്സേജ് അയക്കണം, അതിലെ നീ പറഞ്ഞതാണ് ശരി, നീ ചെയ്തതാണ് ശരി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ച് മെസ്സേജ് അയക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരാളെ എടുത്ത് അലക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ റീസൺ ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പിച്ചു. അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് ഞാൻ ഒരാളെ വലിച്ചു ഒട്ടിക്കത്തില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയൊരു വീഡിയോ ഇടണം. ബൈ.